എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുണ്ട്. അച്ഛൻ പറഞ്ഞു ചെറിയ ഒരു ആക്സിഡന്റ് പറ്റി ചെറിയ ഒരു അസ്വസ്ഥത എനിക്കുണ്ടായെന്ന്. പക്ഷെ ചെറിയ അസ്വസ്ഥത എന്ന് പറയുന്നത് എൻ്റെ കഴുത്തിന് താഴോട്ട് ഒന്നും തന്നെ പ്രവർത്തിക്കാതെ ഞാനൊരു ജീവശവമായി പോയി എന്നുള്ളതാണ് എനിക്കുണ്ടായ അസ്വസ്ഥത. എനിക്ക് അപകടം നടന്നിട്ട് ഏതാണ്ട് 5 മാസവും 10 ദിവസവും ആകുന്നു. എനിക്ക് ആക്സിഡന്റ് നടന്ന് വണ്ടി ഇടിച്ച് എനിക്ക് നല്ല ബോധമുണ്ട്. പക്ഷെ എൻ്റെ കഴുത്തിന് താഴോട്ട് ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. കൈ പൊക്കിയിട്ടാൽ ഇങ്ങനെ ഏതാണ്ട് നമ്മൾ ഒരു കല്ലെടുത്തെറിയുന്ന പോലെയോ അല്ലെ താഴെ വീഴുന്ന ഒരു ഫീല് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ആയിരുന്നു അനുഭവം. അതായത് കൈ പൊക്കിയാലോ തൊട്ടാലോ ഒന്നും അറിയാതെ എല്ലാം മരിച്ചുപോയ ഒരവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം നടത്തി എന്നുള്ളതിനൊരു സംശയവുമില്ല. എൻ്റെ ദൈവം എന്നെ തൊട്ടത് ഞാൻ കണ്ടു. എൻ്റെ സ്വപ്നത്തിൽ ദൈവം എനിക്ക് പ്രത്യക്ഷനായത് ഞാൻ കണ്ടു. മാലാഖമാർ എനിക്കായി രാത്രിയിൽ ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. ഇതൊക്കെ എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും കഴിയും. മാമോദീസായാൽ നാം പ്രാപിച്ച ആ വലിയ വിശുദ്ധി ഉണ്ടല്ലോ, ആ വിശുദ്ധി നാം ധരിക്കുകയാണെങ്കിൽ, കുർബാനയിൽ നിന്ന് നാം അനുഭവിക്കുന്ന വിശുദ്ധി ഉണ്ടല്ലോ, അത് നാം ധരിക്കുകയാണെങ്കിൽ, നാം ക്രിസ്മസ് ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു വസ്തുവുണ്ട്. അതിമനോഹരമായി മോടിയുള്ള വിലയുള്ള നക്ഷത്രം. അതൊരു ക്രിസ്ത്യാനിയുടെ ഭവനമാണെന്നുള്ള അടയാളവും ക്രിസ്മസിന്റെ അടയാളമായി, ക്രിസ്മസ് വരുന്നു എന്നുള്ളതിന്റെ അടയാളമായിക്കാണ് നാം അത് ഇങ്ങനെ വീടിന്റെ മുമ്പിൽ മനോഹരമായി തൂക്കുന്നത്. പക്ഷേ അത് വീടിന്റെ മുമ്പിൽ തൂക്കുവാൻ മാത്രമുള്ളല്ല, നമ്മൾ ഒരു നക്ഷത്രമായി മാറുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു നക്ഷത്രമായി മാറുവാൻ സാധിക്കണം. എനിക്ക് ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യണ്ട എന്ന് കുറച്ചു പേർ, ഓപ്പറേഷൻ ചെയ്യണമെന്ന് കുറച്ചു പേർ, ഓപ്പറേഷൻ ചെയ്യണ്ട എന്ന് കുറച്ചു പേർ, ഓപ്പറേഷൻ ചെയ്തു പോയാൽ ഒരു 10-15% മാത്രമേ ഉള്ളൂ രക്ഷപ്പെടാനുള്ള സാധ്യത, മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴാണെങ്കിൽ റോണിക്ക് സംസാരിക്കാൻ കഴിയുന്നു, ഭക്ഷണം കഴിക്കും, ഒരു ജീവനുള്ള ഒരു ശരീരം നമ്മുടെ കൂടെ എപ്പോഴും കാണും. അങ്ങനെ നമുക്ക് സൂക്ഷിക്കാം റോണി എന്ന് ഒരു പക്ഷം. അല്ല, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഓപ്പറേഷൻ ചെയ്യണമെന്ന് മറുവശം. ഏറെ പ്രതിസന്ധിയായിരുന്നു. എനിക്ക് ആക്സിഡന്റ് ഉണ്ടായപ്പോൾ വൈദിക ട്രസ്റ്റിയോടും അസോസിയേഷൻ സെക്രട്ടറിയോടും വിളിച്ചു പറയാൻ ഞാൻ എൻ്റെ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞു. വേറെ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല ഒരിക്കലും പറയണമെന്ന്, കാരണം അവരെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. ആശുപത്രിയിൽ ചെന്നതിന് ശേഷം ഡോക്ടർമാർ ഇത് വിളിച്ച് സംസാരിച്ചു. അതിന് പലേകരുമായി ആലോചിച്ചു. എല്ലാവർക്കും അസോസിയേഷൻ സെക്രട്ടറിയെയും വൈദിക ട്രസ്റ്റിയെയും എൻ്റെ ഭാര്യയെയും വിളിച്ച് ഡോക്ടർമാർ ഇത് സംസാരിക്കാനായിട്ട് വിളിച്ചു. ഭാര്യ പകുതി കേട്ടപ്പോഴേ തല ഇറങ്ങി അവിടെ വീണു. അവളെ അപ്പോൾ തന്നെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നെ ഉള്ളത് വൈദിക ട്രസ്റ്റിയും അസോസിയേഷൻ സെക്രട്ടറി എന്ത് തീരുമാനമെടുക്കണം. അവർ പരിശുദ്ധ ബാബാ തിരുമേനിയെ വിളിച്ചു ചോദിച്ചു. പരിശുദ്ധ ബാബാ തിരുമേനി എല്ലാവരുമായിട്ട് ആലോചിച്ചു, ഡോക്ടർമാരുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് കുടുംബത്തെ ധരിപ്പിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനമെടുക്കാൻ പറഞ്ഞു. ആ തീരുമാനമായിരിക്കാം എന്നെ ഇന്ന് ഇതുപോലെ ഇവിടെ നിൽക്കുവാൻ അനുവദിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ കടന്നുപോയത് ഏറെ പ്രതിസന്ധിയിൽ കൂടെയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ തളർന്നില്ല. കാരണം ഞാൻ പഠിച്ച വേദപുസ്തകം, ഞാൻ വായിച്ച സങ്കീർത്തനം, ഞാൻ വായിച്ച സുവിശേഷം എനിക്ക് തരുന്നൊരു ശക്തിയുണ്ടല്ലോ. ഞാൻ ഒരിക്കലും എൻ്റെ ദൈവമേ എനിക്ക് സൗഖ്യം വേണമെന്ന് പ്രാർത്ഥിച്ചില്ല. എൻ്റെ ദൈവമേ നീ എന്നോട് എന്താ ഇത് ചെയ്തതെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ ഇത്ര മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. എൻ്റെ ഓരോ ശ്വാസത്തിലും ഞാൻ എൻ്റെ കർത്താവിനെയും എൻ്റെ ദൈവത്തിനെയും മുറുക്കെ വിളിച്ചു. കാരണം കുരിശിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എനിക്ക് ജീവൻ നൽകും, എൻ്റെ കൂടെ ഉണ്ടാകും. എന്നെ ഓപ്പറേഷന് കൊണ്ടുപോകുമ്പോൾ അനേകർ അവർക്കൊക്കെ അത് മനസ്സിലായി. കാരണം പുറത്ത് സംസാരം റോണി തിരിച്ചു വരത്തില്ല, റോണി മരിച്ചു, അല്ല റോണിക്ക് ഇനി ജീവനില്ല എന്നുള്ള രീതിയിലാണ് പുറത്ത് സംസാരങ്ങൾ നടക്കുന്നത്. എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ വരാന്തയിൽ ഇങ്ങനെ സഭയുടെ വിശ്വാസികളും വൈദികരും അനേകർ നിൽക്കുകയാണ്. അവരെല്ലാം എന്നെ ആശ്വസിപ്പിക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞൊരു വാക്കുള്ളൂ, നിങ്ങൾ ആരും എന്നെ പറ്റി ഭാരപ്പെടേണ്ട, എൻ്റെ ദൈവം എനിക്ക് കൂട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, വെറും 5 മാസം കൊണ്ട് സ്പൈനൽ കോഡിൽ C2 to C4 എന്ന് പറയുന്നത് ഈ ശ്വാസകോശത്തിന് അടുത്തുള്ള ഈ കഴുത്തിന്റെ ഏറ്റവും മേളിലാണ്, ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അത് പെട്ടെന്നാണ് നമുക്ക് മരണത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. എൻ്റെ കൂടെ ഓപ്പറേഷൻ ചെയ്ത ഒരാള് ഒരു മുസ്ലിം സഹോദരനായിരുന്നു. എൻ്റെ ഓപ്പറേഷൻ രാവിലെ 8:30-ക്കായിരുന്നു, അദ്ദേഹത്തിന്റെ ഉച്ചയ്ക്കായിരുന്നു. ആ സഹോദരൻ 2ാമത്തെ ദിവസം മരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഡോക്ടർ ഇത് പിന്നീട് എന്നോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അനേകരുടെ പ്രാർത്ഥനയാണ് റോണിക്ക് ജീവൻ കിട്ടാൻ കാരണം. റോണി ഇനിയും അധികമായിട്ട് ഓടി നടക്കുമെന്നൊന്നും പ്രതീക്ഷിക്കണ്ട, നല്ല വീൽ ചെയറൊക്കെ കിട്ടും,
ആധുനിക തരത്തിലുള്ള വീൽ ചെയറൊക്കെ ഉണ്ട്, അതിൽ നടക്കുന്ന അനേകരുണ്ടെന്ന് അദ്ദേഹം വീഡിയോയൊക്കെ എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, റോണിക്ക് ഇങ്ങനെയൊക്കെയുള്ള ക്രമീകരണമുണ്ട്, റോണി ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. എനിക്ക് അപ്പോഴും ഒരു പ്രയാസമുണ്ടായില്ല, ഞാൻ അതിൽ ഭാരപ്പെട്ടില്ല. കാരണം എൻ്റെ ക്രിസ്തു എന്നെ നടത്തുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വൈദ്യ ട്രസ്റ്റിയെയും സെക്രട്ടറിയെയും എൻ്റെ കുടുംബത്തെയും വിളിച്ചിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞു, നടക്കാതെ എൻ്റെ കാൽ ചവിട്ടി, എൻ്റെ മണ്ണിൽ ചവിട്ടി അല്ലാതെ ഞാൻ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞു. അത് ദൈവം എന്നെ നടത്തി. വെല്ലൂര് പോയപ്പോഴും അവരും വലിയ പ്രത്യാശയൊന്നും, കാരണം സയന്റിഫിക്കായിട്ട് അവർ പറഞ്ഞു 3-4 വർഷം കൊണ്ട് റോണി ചിലപ്പോൾ ഒന്ന് പിച്ച വെച്ച് നടക്കാം എന്ന് പറഞ്ഞു. പക്ഷെ വെറും 5 മാസം കൊണ്ട് അവർ പറഞ്ഞത്, മിനിഞ്ഞാന്നും ഡോക്ടർമാർ എന്നെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ പറഞ്ഞത് ഇതൊരു മിറാക്കിളാണ്. 5 മാസം കൊണ്ട് റോണി ഇത്ര വേഗം നടക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ അത്ഭുതമാണ്, ഞങ്ങളുടെ കഴിവല്ല എന്ന് പറഞ്ഞു. എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ അനേക കാര്യങ്ങളുണ്ട്. ഞാൻ ബാഹായ റീഹാബിലിറ്റേഷൻ സെന്റർ, ഏതാണ്ട് 200 പേര് താമസിക്കുന്ന ഒരു വലിയ സെന്ററാണ്. അവിടെ ആഫ്രിക്കയിൽ നിന്നുള്ളവരും വിദേശികളും ബംഗ്ലാദേശിൽ നിന്നുള്ള ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ളവരാണ് അവിടെ ഇങ്ങനെ ഈ ഓരോ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് അവിടെ കഴിയുന്നത്. അവരുടെ കഥ പറയാൻ പോവുകയാണെങ്കിൽ ഒത്തിരിയുണ്ട്. വലിയൊരു സാക്ഷ്യമാണത്. പരിശുദ്ധ ബാവാ തിരുമേനി അതെല്ലാം ഒന്ന് അവിടെ കണ്ടതാണ്. എൻ്റെ സഹോദരങ്ങളെ, ഒന്നും മാത്രം പറയുന്നുള്ളൂ, ക്രിസ്തുവിനോട് ഏത് പ്രതിസന്ധി ആകട്ടെ, ഏത് പ്രയാസമാകട്ടെ, മാമോദീസയാൽ നമുക്ക് ലഭിച്ച ആ വലിയ നക്ഷത്രത്തെ നഷ്ടപ്പെടുവാതെ സൂക്ഷിക്കുവാൻ ദൈവം നിങ്ങളെയും എന്നെയും യോഗ്യരാക്കണം, ആകണം. നമ്മൾ അതിന് യോഗ്യത. ഇവിടുന്ന് നാം ഇന്ന് കുർബാന ഭക്ഷിച്ചു. ഈ കുർബാന ഭക്ഷിച്ചത് വലിയൊരു അടയാളമാണ്. നാളെ വീട്ടിൽ പോയി പഴയതുപോലെ നാം എന്തും ചെയ്യാനുള്ളതല്ല. ക്രിസ്ത്യാനി പുതുവർഷത്തിൽ കുർബാന ഭക്ഷിച്ചു തുടങ്ങിയാൽ എല്ലാം ആയെന്നുള്ള ചിന്ത നമുക്ക് ശരിയല്ല. കുർബാന ഭക്ഷിച്ചതാൽ പുതുക്കപ്പെട്ട നിന്റെ ശരീരം, എന്റെ ശരീരം പുതുക്കത്തോടെയും വെള്ള പോലെ അഴുക്ക് വെള്ളാതെ സൂക്ഷിക്കുവാൻ നാം ഓരോരുത്തരും ഇടയാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മിനിഞ്ഞാന്ന് രാത്രി വൈകിട്ട് 5 മണിക്കാണ് ഡിസ്ചാർജ് ആയത്. ഞാൻ വീട്ടിൽ പോയിട്ടില്ല. ഞാൻ അവിടുന്ന് നേരെ ഇന്നലെ പരിമല വന്നു. ഇന്നലെ ഒരു ദിവസം പരിമലയായിരുന്നു. ഇന്ന് 1-ാം തീയതി പരിശുദ്ധ ബാവാ തിരുമേനിയുടെ കുർബാനയിൽ പങ്കെടുത്ത് തിരിച്ച് പരിമല പോയി. നാളെ ദേവലോകത്തെ പെരുന്നാളിൽ കൂടിയിട്ട് മാത്രമേ ഞാൻ വീട്ടിൽ പോകത്തുള്ളൂ. ഇതുവരെ വീട്ടിൽ പോയില്ല. ഞാൻ 3-ാം തീയതി വൈകിട്ട് മാത്രമേ എൻ്റെ വീട്ടിൽ പ്രവേശിക്കുകയുള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ് വന്നത്. എനിക്ക് ആരുടെയും ഒന്നും വേണ്ട, പക്ഷെ നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും. എനിക്ക് തളർന്ന് ഒന്നുമില്ലാതെ കിടന്ന് എനിക്ക് ഇത്രയും ദൈവം തന്നു. എൻ്റെ ദൈവം എന്നെ മനോഹരമായി നടത്തുമെന്നുള്ള കാര്യത്തിനോ, എൻ്റെ ദൈവം എന്നെ ചേർത്ത് നിർത്തുന്നു എന്നുള്ള കാര്യത്തിനോ എനിക്കൊരു സംശയവുമില്ല. ഓരോ രാത്രിയിലും എനിക്ക് സ്വപ്നം കാണുവാൻ കഴിയുന്നുണ്ട്. പണ്ടൊക്കെ ഞാൻ സ്വപ്നം കണ്ടിരുന്നത് ഞാൻ വിദേശത്ത് പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള വലിയ മനോഹരമായ സ്വപ്നങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ സ്വപ്നം കാണുന്നത്, ഞാൻ മാലാഖമാരെ കാണുന്നുണ്ട്. ഒരു ദിവസം ഞാൻ കാണുന്നത് എൻ്റെ ബാബാ തിരുമേനി എൻ്റെ തലയ്ക്കൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടത്. കാരണം എൻ്റെ ആഗ്രഹങ്ങളാണ് എൻ്റെ സ്വപ്നം. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ സ്വപ്നങ്ങളായി മാറുന്നത്. ക്രിസ്തുവിനെയും ക്രിസ്തു ജീവിതവും ക്രിസ്തു സാക്ഷ്യവും ആഗ്രഹിച്ചാൽ എന്നെ പോലെ നമുക്ക് എല്ലാവർക്കും ദൈവത്തെയും മാലാഖയെയും പരിശുദ്ധന്മാരെയും സ്വപ്നം കാണുവാനും അവരുടെ സ്നേഹവും കരുതലും അനുഭവിക്കാൻ കഴിയുമെന്നുള്ളത് എൻ്റെ 5 മാസത്തെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഏറ്റ ഒരു വലിയ സാക്ഷ്യമാണ്. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ യാമപ്രാർത്ഥനകളിൽ എന്നെയും ഈ ബലഹീനായ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും, എല്ലാവിധമായ ഒരു പുതുവത്സരത്തിന്റെ ഈ ദിവസത്തിന് അനേക പ്രത്യേകതകളുണ്ടെന്ന് പരിശുദ്ധ ബാബാ തിരുമേനി പറഞ്ഞു. ഈ ദിവസത്തിൽ ഇവിടെ ആയിരിക്കാനും നിങ്ങളെല്ലാം കാണുവാനുമുള്ള സന്തോഷവും നിങ്ങൾക്കെല്ലാം 2024 സ്നേഹത്തിന്റെയും കരുതലിന്റെയും സമാധാനത്തിന്റെയും ആയി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കിൽ നിർത്തുകയാണ്. നന്ദി.